ഊഞ്ഞാലാട്ടിയല്ല നിന്നെ നിന്നെ ഉറക്കാൻ. എടി ആ ഊഞ്ഞാലിന്റെ പലകയെടുത്ത് നിന്റെ തലമണ്ട അടിച്ച് ഞാൻ പൊളിക്കും കേട്ടാ. ഇത് കണ്ടു ചേച്ചി, കല്യാണത്തിന് മുമ്പ് എന്റെ മേൽ കണ്ണും കൈയൊക്കെ കാണിച്ച് വശീകരിച്ചിട്ട് ഇപ്പൊ പറയുന്നത് കേട്ടോ ഈ മനുഷ്യൻ. എന്റെ പൊന്നു പെങ്ങളെ കോക്കറി കുത്തി കാണിച്ചാലും മനസ്സിലാവാത്തൊരു ജന്തുവാണെന്ന് ഇപ്പോഴാണ് മനസ്സിലായത്. പറയാനോന്ന് പറ ചേട്ടാ. ചേട്ടാ, എന്ത്? ഞാനൊരു കാര്യം ചോദിക്കട്ടെ? അതെ, നമ്മുടെ കല്യാണത്തിന് മുമ്പും ഇപ്പോഴത്തെയും ചേട്ടന്റെ അവസ്ഥ ഒന്ന് പറഞ്ഞേ. ഊട്ടിയിൽ നിന്ന് മൂളംപാറ പോയ ഒരുത്തന്റെ അവസ്ഥ. അത് ശരി, അങ്ങനെയാണല്ലേ. നിങ്ങൾ എന്നെ പ്രേമിച്ച് നടന്നിരുന്ന കാലത്തെ എനിക്ക് തന്ന കത്തുകളിലെല്ലാം നിങ്ങൾ ഇതൊന്നല്ലോ പറഞ്ഞിരുന്നേ. എന്ത് പറഞ്ഞു? ഓ, എന്നെ താഴെയും വെക്കില്ല മോളിലും വെക്കില്ല, പൊക്കിക്കൊണ്ട് പറക്കുന്നില്ലായിരുന്നോ? സത്യത്തിൽ നിനക്ക് എഴുത്ത് തന്നത് ഞാനാണോ അതോ സൂപ്പർമാനോ? കണ്ടോ കണ്ടോ നിങ്ങള്, ഞാൻ ജീവിതത്തിൽ ഇതുവരെ അറിയാത്ത ആളെ കുറിച്ച് ഈ കണ്ണി കണ്ടതൊക്കെ പറയുന്നത്. ജീവിതത്തിൽ ഒരിക്കലും കാണാത്തവരെ കുറിച്ച് ഞാൻ പറഞ്ഞപ്പോ അവക്ക് കയറിയങ്ങ് നൊന്തു. അയ്യോ, അതെ, ഒക്കെ ശരി. ഞാൻ 8ൽ പഠിക്കുമ്പോ രാജുവിനും, 9ൽ പഠിക്കുമ്പോ ബൈജുവിനും, 10ൽ പഠിക്കുമ്പോ ഷിജുവിനും ഒരു കുഞ്ഞു ലെറ്റർ കൊടുത്തു. അത്രേ ഞാൻ ചെയ്തുള്ളൂ, വേറെ ഒന്നും ചെയ്തില്ല. അമ്പടി കിലുക്കത്തിലെ രേവതി. എടി, വിതച്ച നെല്ലും വീട്ടിലിരിക്കുന്ന പെണ്ണും ഒരുപോലെ. അതെന്തേ? കണ്ണു തെറ്റാൽ അന്യന്റെ കോഴി വന്ന. അതെ, കൊയ്താ മാത്രം പോരാ, മെതിക്കാനും അറിയണം. വേണ്ടെന്ന് വെച്ചാൽ ഇവിടെ നിൽക്കുന്നത്.